എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ HSIയുടെ എക്സാം കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് MCQs ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്, ലേണിംഗ് തിയറീസ് ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യമാണ് നമുക്ക് സൈക്കോളജിയുടെ അല്ലെങ്കിൽ മെത്തഡോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചത്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയാം. കാരണം 16 മുതൽ 20 വരെയുള്ളതും ആപ്ലിക്കേഷൻ ആയിരുന്നു. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 5 മാർക്കും മേടിക്കാമായിരുന്നു. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു ലേറ്റായി പോയി വീഡിയോസ് ഇട്ടത്. എനിക്കറിയാതെ ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ 2 മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഡിസ്ചാർജായി വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ശബ്ദം ഉണ്ടെങ്കിലെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്പോഴൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തുടർന്ന് വീഡിയോസ് കൊണ്ടുപോകുന്നുണ്ട്, ക്ലാസ് കൊണ്ടുപോകും. പിന്നെ LP UPയുടെയും കേറ്ററ്റിൻ്റെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെയും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് അതൊക്കെ നമ്മൾ കവർ ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്കിൽ അക്വിസിഷൻ ലിങ്ക് പ്രാക്ടീസ് റെഫേഴ്സ് ടു. ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഏതാണ് ആൻസർ? നോക്കാം. ആൻസർ സി ആണ് അല്ലേ? ഗ്രാജുവലി കണക്ടിങ് പ്രാക്ടീസ്ഡ് പാർട്സ് ഓഫ് എ സ്കിൽ ഇൻടു ലോങ്ങർ സീക്വൻസസ് until the complete skill can be performed. അതാണ് വരേണ്ടത്. അപ്പൊ ലിങ്ക് പ്രാക്ടീസിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലിങ്ക് പ്രാക്ടീസ് മീൻസ് ലിങ്കിങ് സ്മോളർ പ്രാക്ടീസ്ഡ് പാർട്സ് ഓഫ് എ സ്കിൽ. ലിങ്കിങ് Link practice means smaller practiced parts of a skill together step by step until the whole skill can be performed smoothly. അതാണ്. അപ്പോൾ ഗ്രാജുവലി നമ്മൾ പ്രാക്ടീസ്ഡ് പാർട്സ് കണക്ട് ചെയ്തിട്ട് അത് എന്താണ് ലോങ്ങർ സീക്വൻസിൽ നമ്മൾ അതൊരു കംപ്ലീറ്റ് പാർട്ടായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡാൻസ് ഒക്കെ നമ്മൾ എന്താണ് പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ പഠിച്ചിട്ടാണ് നമ്മളത് ആ സ്റ്റെപ്പുകളെ കണക്ട് ചെയ്ത് ഒരുമിച്ചാണ് പിന്നെ അത് ആ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആക്കുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. Which among the following statements is not question stem of the level evaluate from revised Bloom's taxonomy? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെ തലത്തിൽ വരാത്തത് ഏത് എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ക്യാൻ യു ഡിഫെൻഡ് യുവർ പൊസിഷൻ എബൌട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു ഇവാലുവേഷന്റെ തലത്തിൽ വരുന്നതാണത്. കാരണം അവിടെ വിലയിരുത്തുകയാണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തുകയല്ലേ. ഓക്കെ, ദെൻ ക്യാൻ യു സജസ്റ്റ് എ പോസിബിൾ സൊല്യൂഷൻ ടു എന്ന് പറയുമ്പോൾ ഒരു പോസിബിൾ സൊല്യൂഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ അതൊരു ക്രിയേഷൻ ആണ്. ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുകയാണ് അല്ലേ, ക്രിയേഷൻ ആണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിനും ഹൗ മെനി വേസ് ക്യാൻ യു എന്ന് പറയുമ്പോൾ നമ്മൾ പല വഴികൾ അല്ലെ മെത്തേഡ്സ് തേടുകയാണ്. ഇപ്പൊ അവിടെ നമുക്ക് എന്താണ് അനലൈസ് പറയാൻ പറ്റും, അനലൈസിന്റെ തലത്തിൽ വരുന്നതാണ്. ദെൻ നാലാമത്തത് ഹൗ വുഡ് യു ഫീൽ ഇഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ വുഡ് യു ഫീൽ ഇഫ്. അവിടെ ഇമോഷൻസും വേണമെങ്കിൽ പറയാം. പിന്നെ അല്ലാതെ എന്താണ് അതും ഇവാലുവേഷന്റെ തലത്തിലും സംടൈംസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഹൗ വുഡ് യു എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് അതും എന്താണ് അവിടെയും ഒരു ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് ഇവാലുവേഷന്റെ തലത്തിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഇവാലുവേഷന്റെ തലത്തിൽ വരാത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ്. അതുകൊണ്ട് ആൻസർ ഏത് വരും? ആൻസർ ഒൺലി 2 and 3. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. ദെൻ 18ാമത്തെ ചോദ്യം. ഡ്യൂറിംഗ് എ പ്രൊഫഷണൽ ടീച്ചിങ് വർക്ക്ഷോപ്പ് ടീച്ചേഴ്സ് ആർ ആസ്ക്ഡ് ടു കൊളാബറേറ്റ്ലി പ്ലാൻ എ ലേണിംഗ് ആക്ടിവിറ്റി ദാറ്റ് അപ്ലൈസ് ദ maximum of correlation with the other subjects to foster deeper student understanding. Which of the following teacher designed plans demonstrate the most effective and sophisticated application of this maxim? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പ്രൊഫഷണൽ ടീച്ചിങ് വർക്ക്ഷോപ്പിൽ മാക്സിംസ് ഓഫ് കോറിലേഷൻ എന്ന പ്രിൻസിപ്പിൾസിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രയോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റിംഗ് എ തിമാറ്റിക്. ആ ഓപ്ഷനിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ എന്താണ് ഒരു സാമൂഹിക പ്രശ്നത്തെ വിവിധ വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്ന വിധത്തിൽ ഒരു തീമാറ്റിക് പഠന ഘടകം ഇല്ലേ
രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിഷയം മാത്രം ആഴത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വ്യത്യസ്ത വിഷയങ്ങളിൽ ഗ്രൂപ്പ് പ്രോജക്റ്റ് നൽകിയിട്ട് ഗ്രൂപ്പ് പ്രോജക്റ്റ് നൽകുന്നു, എന്നിട്ട് അവ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയിൽ എന്താണ്, വിവിധ വിഷയങ്ങളിൽ നിന്നും വായനാ സാമഗ്രികൾ നൽകുക, എന്നിട്ട് അവയെ വേർതിരിച്ച് ഇവാലുവേറ്റ് ചെയ്യുക, മൂല്യനിർണ്ണയം നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 18ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്രിയേറ്റിംഗ് എ തീമാറ്റിക് ലേണിംഗ് മോഡ്യൂൾ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേറ്റ് എ കമ്മ്യൂണിറ്റി ഇഷ്യൂ ബൈ ഡ്രോയിങ് ഓൺ കോൺസെപ്റ്റ്സ് ഫ്രം ഡിഫറെന്റ് സബ്ജക്ട്സ്, ആ ഒരു ഓപ്ഷനാണ് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് 18ന്റെ ആൻസർ. ദെൻ 19ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എ ലേണർ വിത്ത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ഇത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഇൻട്രാ പേഴ്സണലൊക്കെ പറഞ്ഞിരുന്നു. ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. അത് ആപ്ലിക്കേഷൻ ലെവലിൽ വന്നു ഇല്ലേ? അപ്പൊ നോക്കുക, ആപ്ലിക്കേഷൻ ലെവലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സെറ്റ് എസൈഡ് ടൈം ടു റിഫ്ലക്ട് ഓൺ ന്യൂ ഐഡിയാസ് ആൻഡ് ഫോർമേഷൻ ഇല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മള് ഒരു പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു, അല്ലെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. റീഡ് ഔട്ട് പ്ലേസ് അലൗഡ്, ഉറക്കത്തിൽ വായിക്കുന്നു, എന്തെങ്കിലും നാടകം അങ്ങനെയുള്ള സംഭവങ്ങളിലെ കഥകളൊക്കെ ഉറക്കത്തിൽ വായിക്കുന്നു. അടുത്തത് റീഡ് ഇൻസ്പിറേഷണൽ ബുക്സ് എന്ന് പറയുമ്പോൾ നല്ല പ്രചോദകപരമായിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ബുക്സ് വായിക്കുന്നു. അപ്പൊ ഇത് എളുപ്പം നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ലേ? ഒന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞതും മൂന്നാമത്തേത് എന്താണ്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്ക് ഉള്ള ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അത് അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇല്ലേ? അപ്പോൾ അവിടെ 19ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. only 1 and 3 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 20ാമത്തെ ചോദ്യം, ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്, ലേണിംഗ് ടു ടൈ ഷൂസ്, ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ആർ സെനേറിയോസ് ഓഫ്. ഇതാ നോക്കിക്കേ, നമ്മളൊരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതും ടൈ കെട്ടാൻ പഠിക്കുന്നതും പുതിയൊരു ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്? പടിപടിയായി, നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യല്ലേ അല്ലേ? ബൈക്ക് ഓടിക്കാൻ നമ്മൾ കയറിയിരുന്ന് ഓടിക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നത് ബ്ലെൻഡഡ് ആണോ, ആങ്കേർഡ് ഇൻസ്ട്രക്ഷൻ ആണോ, സ്കഫോൾഡ് ഇൻസ്ട്രക്ഷൻ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലെൻഡഡ് എന്ന് പറയുമ്പം ബ്ലെൻഡ് ചെയ്യുന്ന മീൻസ് മിശ്രപ്പെടുത്തുന്നത്. ആങ്കേർഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രായോഗിക സാഹചര്യത്തിൽ ആധാരപ്പെടുത്തിയ ഇൻസ്ട്രക്ഷൻ ആണ്. സ്കഫോൾഡഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അറിയാലോ, പടിപടിയായി നമ്മളൊരു സഹായിയുടെ, അതായത് ഒരു സഹായത്തോടെ കൈത്താങ്ങോടെ ചെയ്യുന്നതാണ്. ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പരോക്ഷമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ സ്കഫോൾഡിങ്ങിന്റെ അർത്ഥം അറിയാമെങ്കിൽ തന്നെ അറിയാം. വൈഗോട്സ്കിയുടെ, അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ലാസ്റ്റ് വൈഗോട്സ്കിയുടെ സ്കഫോൾഡിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൈത്താങ്ങാണ് ഇല്ലേ സ്കഫോൾഡിങ്, അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാമായിരുന്നു. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന, അല്ലെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ബൈക്ക് ഓടിക്കുന്ന ഒരു സുപ്രഭാതി ബൈക്ക് വാങ്ങിച്ച് കയറിയിരുന്ന് ഓടിച്ചു പോകുമല്ല, നമ്മൾ പടിപടിയായിട്ടാണ് നമ്മളത് അഭ്യസിക്കുന്നത് ഇല്ലേ? പിന്നെ ഷൂ കെട്ടാൻ പഠിക്കുന്നതാണെങ്കിലും ഷൂ വാങ്ങിച്ചൊന്നും കെട്ടി പഠിക്കാൻ പറ്റുമോ? കെട്ടുമല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ അതും അങ്ങനെ എടുത്ത് കെട്ടാനായിട്ട് പടിപടിയായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതും അങ്ങനെ സഹായത്തോടെ ഒരാളിന്റെ കൈത്താങ്ങോടുകൂടി നമ്മൾ പടിപടിയായിട്ട് പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, ഷൂ കെട്ടാനാണെങ്കിലും ആരെങ്കിലും കാണിച്ചു തന്നത് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്കഫോൾഡഡ് ഇൻസ്ട്രക്ഷൻ ആണ് ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 20 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എന്ന് പറയുന്നത്. 20 അതായത് 16 തൊട്ട് 20 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ശരിയായി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാം, ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കമന്റ് ഇടുക, എങ്ങനെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ കഴിഞ്ഞോ, അതേപോലെ നമ്മൾ ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ളത്. ഒരുപാട് പേര് ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നിങ്ങൾ കമന്റും കൂടി ഇടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയും LPUPയുടെ ക്ലാസ്സുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വേണോ, ഏതൊക്കെ പോർഷൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളതുണ്ട്, കേറ്ററ്റിന്റെ ഓൾ കാറ്റഗറി ഉണ്ട്, അപ്പോൾ എല്ലാം, അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക് സൈക്കോളജി ഉണ്ട് 5 മാർക്കിന്, അതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ വേണം, അതെങ്ങനെ വേണം, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആയിട്ട് വേണോ, അതോ സിലബസ് അനുസരിച്ച് ഓരോ ഇതിന്റെയും സിലബസ് എടുത്ത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഫുള്ള് നമ്മൾ LPUP ഒക്കെ കവർ ചെയ്യും, കേറ്ററ്റ് കവർ ചെയ്യും, അത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതനുസരിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ക്ലാസ്സുകൾ. അപ്പോൾ ഒട്ടും സംശയം വേണ്ട. കഴിഞ്ഞ LPUPയിൽ നിങ്ങൾക്കറിയാം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, ടാലന്റിൽ, അതേപോലെ വിവിധ സ്ഥാപനങ്ങളിലുള്ളവരുണ്ട്. അപ്പോൾ
അവിടെ എല്ലാം ഉണ്ടായിരുന്നവർക്കറിയാം 20-ൽ 20 മാർക്കും കഴിഞ്ഞ LPUP-യിൽ എൻ്റെ കൂടെ പരീക്ഷ വരെയും സഹകരിച്ച് പഠിച്ച കുട്ടികൾക്ക് 20-ൽ 20 മാർക്കും കഴിഞ്ഞ LPUP-യുടെ പരീക്ഷയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇനിയും അടുത്ത LPUP-ക്കും ആ 20 മാർക്കും എനിക്ക് സൈക്കോളജി ഫിലോസഫിയുടെ പോർഷനും നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ഇത് ഇത്രയും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ നിങ്ങളെ എക്സാമിന് സെറ്റ് ആക്കി വിടും. ഓക്കെ, അപ്പോൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.